എളിമയുടെ മറ്റൊരു ഉദാഹരണമാണ് യൂദയായിലെ ബെത്ലഹേം. ബെത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് മിക്ക പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നതിൽ നിന്നുതന്നെ ബെത്ലഹേം ഒരു ചെറു നഗരമാണെന്ന് മനസ്സിലാക്കാം. പ്രസിദ്ധി നേടിയ അനേകം നഗരങ്ങൾ ഈ ഭൂമിയിലുണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്തത് ബെത്ലഹേം ആയിരുന്നു. സാധാരണയായി വീടുകളിൽ അമ്മമാർ പലഹാരങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതെ ഒളിച്ചു വയ്ക്കുന്നതും വീടിൻ്റെ താക്കോൽ സൂക്ഷിച്ചു വയ്ക്കുന്നതും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്തായിരിക്കും. അതുപോലെ ദൈവം തൻ്റെ നിധിയെ ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ മറച്ചുവച്ചു. നമ്മുടെ ഹൃദയങ്ങളും ബെത്ലഹേമുകളാക്കുക. നമ്മിലെ എളിമയും ദാരിദ്ര്യത്തിലും മാത്രമേ അവന് വന്നു പിറക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. ഈ ക്രിസ്മസ് കാലം എളിമയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. സന്തോഷത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. എല്ലാവരും ആവർത്തിക്കുന്നു. കർത്താവേ, നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ജ്ഞാനവും വിശുദ്ധിയും നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ജ്ഞാനവും വിശുദ്ധിയും നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആപത്തിൽ ധൈര്യം നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആപത്തിൽ ധൈര്യം നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് പാപപൊറുതിയും കരുണയും നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് പാപപൊറുതിയും കരുണയും നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് കൃപാവരവും അനുഗ്രഹവും നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് കൃപാവരവും അനുഗ്രഹവും നൽകണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്നും ഉദ്യോഗത്തിനായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആശീർവദിക്കണമേ. ഉപജീവനമാർഗമായ തൊഴിലിനെ ആത്മാർത്ഥമായും ത്യാഗമനോഭാവത്തോടെയും സമീപിക്കേണ്ടതിനായി അങ്ങ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന യുവതി യുവാക്കൾക്ക് പ്രതിബന്ധങ്ങൾ നീക്കി നല്ല ഉദ്യോഗങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുവചനമനുസരിച്ച് ജീവിക്കുവാനും വചനശക്തിയാൽ മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാനും അവരെ പ്രാപ്തരാക്കണമേ. യേശുനാഥ, ഞങ്ങളുടെ ഇടയിൽ വന്ന് വസിച്ച് ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധമാക്കി ഒരു പുതിയ ജീവിത വഴിത്താര വെട്ടിത്തുറക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സുഹൃതജപം. ഈശോയെ, ഞങ്ങൾക്ക് ജ്ഞാനവും വിശുദ്ധിയും നൽകണമേ.